ഹായ് ഗേസ്, എല്ലാവർക്കും സുഖം തന്നെയാണോ? പിന്നെ എനിക്ക് പറയാനുള്ള ഇന്ന് സാധനത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലേ, എല്ലാ സാധനത്തിനും വിലയാണല്ലേ. അപ്പം നമ്മൾ ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു കണക്കെടുക്കുക. ഇത്ര പൈസ വേണം നമുക്ക് ജീവിക്കാൻ വേണ്ടി, അതിനുള്ളൊരു പൈസ മാറ്റി വെക്കുക. നമ്മൾ കണ്ടമാന സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിയിട്ട് കൊണ്ട് ഇടാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, ഭക്ഷണം ഇല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതലായി ഓവറായി ചിലവാക്കാതിരിക്കുക പൈസ. നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങും, നമ്മൾ അതിനൊരു കണക്ക് വെച്ച് സാധനം വാങ്ങും. ഒരു മാസത്തേക്ക് ഇത്ര സാധനം വാങ്ങും, ഇത്ര പൈസ അങ്ങനെ വാങ്ങാം. പിന്നെ നമുക്ക് ഇത്ര ലോണ്, കഴിയുന്നതും ലോൺ എടുക്കാതിരിക്കുക. ലോൺ എടുത്താൽ നമുക്ക് നമ്മളെ പൈസയ്ക്ക് കയ്യിലിട്ട് വാങ്ങി അക്കയിലിട്ട് അങ്ങ് പോകും. അങ്ങനെയാണ് പിന്നെ ലോൺ എടുത്താലുള്ള സ്ഥിതി. അപ്പോൾ കഴിയുന്നതും ആരും ലോൺ എടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുക. അറിവുകളെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് മുതിർന്നു വരുമ്പോൾ കുട്ടികൾക്ക് ഓരോരോ ജോബിൽ ആണ്ട അതിനുള്ള വഴികൾ നമ്മൾ തിരഞ്ഞു കൊടുക്കുക. നമ്മൾ കുട്ടികളായിട്ട് ചില കുട്ടികൾക്ക്, എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചില കുട്ടികൾക്ക് പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്, ജോലി കണ്ടുപിടിക്കാൻ പഠിക്കാനുള്ള കഴിവുള്ള കുട്ടികളുണ്ടാവും. പഠിക്കാനുള്ള ജോലി കുറേ പൈസ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കുട്ടികൾ. ചില കുട്ടികൾക്ക് അതൊന്നും കഴിയാതെ നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും മാതാപിതാക്കൾ. പിന്നെ ഇതൊക്കെ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനത്തിന് ഒരു പൈസ വെക്കുക. പിന്നെ ബാക്കിയുള്ള ഗ്യാസ്, കറണ്ട് ബില്ല്, മറ്റേ അത് ഇതൊന്നും ഒക്കെ ഉണ്ടാവില്ല, അതിനൊരു പൈസ മാറ്റി വെക്കുക. പിന്നെ നമ്മൾക്ക് അത്ര വരുമാനമില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിന് കുറച്ചിട്ട്, വരുമാനം കുറച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക, കടയില്ലാതെ ജീവിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യം പടച്ചവൻ ചെയ്യുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ, എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ വിഷമം ചെയ്യുന്നു, കടവും ഇങ്ങനെയൊക്കെയുള്ള. നമ്മളെങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുക. ഓക്കെ, ഹായ്.